ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്ജ് വാല 2.0. നമ്മൾ ഇംഗ്ലീഷിൽ ഓൾറെഡി പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പഠിക്കണം, സമ്മറീസ് നന്നായി നിങ്ങൾ അറിയണം. ആ സമ്മറീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമ്മളുടേതായ രീതിയിൽ മാറ്റി എഴുതാനൊക്കെ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഷോർട്ട് സമ്മറിയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മലയാളത്തിൽ എന്നെ വായിച്ച് മനസ്സിലാക്കാനാക്കി പറ്റും. ഓക്കെ, നമ്മൾ ഓർഡർ വൈസിലാണ് പറയുന്നത്. ഫസ്റ്റ് പാഠം 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. ഇവിടെ ഒരു സ്പീച്ചാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ട 3 L'കളെ കുറിച്ചിട്ടാണ്. ദ 3 L's ഓഫ് എംപവർമെന്റ്, അതായത് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഇതിൽ എഡ്യൂക്കേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഫങ്ഷൻ ഓഫ് ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ് എന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ മാറ്റങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് വൺ പറയുന്നത് ലേബർ ആണ്. വുമൺ ഫേസ് മെനി ചലഞ്ചസ് ഇൻ ദ വർക്ക് പ്ലേസ്, ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ആൻഡ് സം ഓഫ് ദം. വി ഷുഡ് അപ്ഹോൾഡ് ദ ബേസിക് നോംസ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് നമുക്ക് ലേബറിന്റെ ഭാഗത്തും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് വൺ ആണ്. ഗുഡ് ലീഡേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഗുഡ് ലീഡേഴ്സ് ആണ്. ദേ ക്യാൻ മേക്ക് എ പ്രോപ്പർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇൻക്ലൂഷൻ ആൻഡ് കമ്പീഷൻ. ദെൻ വുമൺ ഷുഡ് ബി റെഡി ടു ടേക്ക് ദ റിസ്ക് ടു ഡയർ ദ ഡിഫറൻസ്. ദ എൻറ്റയർ വേൾഡ് ക്യാൻ റീപ് ദ ബെനിഫിറ്റ് ഓഫ് വുമൺ എംപവർമെന്റ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വുമൺ എംപവർമെന്റിനെ കുറിച്ചിട്ട് സ്പീച്ചോ അല്ലെങ്കിൽ റിവ്യൂയോ റൈറ്റപ്പോ ലെറ്റർ ടു ദ എഡിറ്റർ എന്ത് വേണമെങ്കിലും വരാം. നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വുമൻസിൻ്റെ എംപവർമെൻറ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠത്തിലെ 3 L'കളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ സമ്മറി പഠിക്കേണ്ടത് ഹെൽപ്ഫുൾ ആണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വുമൺ എംപവർമെൻ്റ് ഒക്കെ പഠിക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസണാണ് പറഞ്ഞത്. എല്ലാവരും സമ്മറീസ് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എനി വുമൺ ആണ്. ഇതൊരു പോയം റിട്ടൺ ബൈ കാതറിൻ ടെനെ. ദിസ് പോയം അണ്ടർലൈൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ ദിസ് ഫാമിലി. അതായത് നിങ്ങളുടെ മദേഴ്സിനെ ആലോചിച്ചാൽ മതിയാവും ഈ പാഠം കിട്ടാൻ കേട്ടോ. ഇവിടെ വുമൺ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു മേക്ക് ദ ഹോം എലൈവ്. മദർ ഹാസ് ബീൻ കമ്പയർഡ് ടു പില്ലേഴ്സ്, ആർച്ച് ആൻഡ് ലൈറ്റ് അപ്പ് fire upon earth, അതുപോലെ ലൈറ്റ് ഓൺ ഗുഡ് സൺ. വിത്തൗട്ട് ഹെർ ദ ഹോം വുഡ് ബി കോൾഡർ ദാൻ സ്റ്റോൺ. അതായത് ഇതിൽ ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് വുമൻസിനെ കമ്പയർ ചെയ്യാനായിട്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഗോഡിനോട് അവസാനം പ്രാർത്ഥിക്കുന്നത് വരെ നമ്മുടെ അമ്മയാണ് അല്ലേ, നമ്മളെ അമ്മേനെ നമ്മൾ വീട്ടിലെ ഒരുപാട് കാര്യങ്ങളോട് കമ്പയർ ചെയ്ത് അവസാനം വുമൻസിനോട് പ്രാർത്ഥിക്കുന്നത് വരെ വുമൻസ് തന്നെയാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി. ഇറ്റ് ഈസ് എ സ്റ്റോറി മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാപൂർണ ദേവി. നോമിതയാണ് സെൻട്രൽ ക്യാരക്ടർ, ടിപ്പിക്കൽ ഇന്ത്യൻ വുമൻ. ദെൻ അജിത്താണ് അദ്ദേഹത്തിൻ്റെ വൈഫാണ് നോമിത. ഷീ കംസ് ഫ്രം എ പുവർ ഫാമിലി. ഹെർ മദർ ഫ്രീക്വൻലി റൈറ്റ് ലെറ്റർ ടു റിക്വസ്റ്റിംഗ് മണി. അജിത്ത് ഓപ്പൺ ആൻഡ് റീഡ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു നോമിത വിത്തൗട്ട് ഹെർ പെർമിഷൻ. ദിസ് ബിഹേവിയർ ഓഫ് അജിത്ത് ഹേർഡ് നോമിത സെൽഫ് റെസ്പെക്ട്. She had told him many times not to do it. Nomida became angry and quarreled with Ajit. Nomida, flaming with anger, picks up a matchbox and light and stick on, puts it on sari, which instantly catches fire. എന്ന് വെച്ചാൽ എന്താ, നോമിത ഒരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അജിത്താണ് നോമിതയുടെ ഹസ്ബൻഡ്. അപ്പോൾ നോമിത ഒരു വിഡോ ആണ്, അവളുടെ അമ്മ. അപ്പോൾ അമ്മ ഇടയ്ക്ക് ലെറ്റർ എഴുതും, റിക്വസ്റ്റ് ചെയ്യണം, മണിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ റിപ്ലൈക്ക് നോമിത കൊടുക്കാറുണ്ട്. പക്ഷേ അത് അജിത്ത് വായിക്കുമ്പോൾ അത് നോമിതയുടെ സെൽഫ് റെസ്പെക്റ്റിനെ നമ്മൾ ഒരു ഹേർട്ട് ചെയ്യുന്ന തരത്തിലാണ് നമുക്ക് തോന്നുക അല്ലേ. അപ്പോൾ അങ്ങനെ വായിച്ചത് നോമിതയ്ക്ക് ദേഷ്യമായിട്ട് നോമിത എന്ത് ചെയ്യാണ്, നോമിത അജിത്തിനോട് ദേഷ്യപ്പെടുന്നു, തല്ലിടുന്നു, വഴക്കിടുന്നു. ദേഷ്യം സഹിക്കുക വയ്യാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ മാച്ച് ബോക്സ് നമ്മൾ തീപ്പെട്ടി എടുത്തിട്ട് സാരി ഒന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് അത് കണ്ടു കഴിഞ്ഞിട്ട് അജിത്ത് വേഗം വന്ന് ആ ഫയറൊക്കെ കെടുത്തിയിട്ട് ദേഷ്യപ്പെട്ടിട്ട് തിരിച്ച് നോമിത എന്ത് ചെയ്യാണ്, ആ ദേഷ്യമൊക്കെ സ്വയം ശമിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോവാണ്, തിരിച്ച് കിച്ചണിലേക്ക് വർക്കിലേക്ക് പോവാണ്. സോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഗേൾസിനെ അവിടെ എന്തില്ല, ഒരു വുമൻസിനെ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുത്ത് പറയാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധാരണ ഒരു നോർമൽ ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജ് വുമൺ ആണ് ഇവിടെ നോമിത. ഇവിടെ നിന്ന് ക്യാരക്ടർ സ്കെച്ചസ് വരാം. അതുപോലെ തന്നെ കമ്പയറിങ് ദ വുമൺ വിത്ത് രത്ന, അതായത് ഹൊറിഗല്ലൂലെ രത്നയുമായി കമ്പയർ ചെയ്യാൻ വരാം. കോൺവെർസേഷൻസ് വരാം. പിന്നെ അജിത്തിൻ്റെ ക്യാരക്ടറോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോഴൊക്കെ നമുക്ക് ഈ സമ്മറീസ് അറിയണം. സമ്മറീസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെ ഉണ്ടായെന്നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ആണ് ഹൊറിഗല്ലു. ഹൊറിഗല്ലു എന്ന് വെച്ചാൽ
അനക്ഡോക്ട് ആണ്. അതായത് ഓൾറെഡി സംഭവിച്ച സംഭവം ഒരാൾ പറയുകയാണ്. അനക്ഡോക്ട് ബൈ സുധാമൂർത്തി. ഇറ്റ് ഈസ് എ ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ ഇൻസിഡൻസ് ഓർ പേഴ്സൺ. അതായത് ശരിക്കും നടന്ന സംഭവത്തെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെയോ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ അനക്ഡോക്ട് എന്ന് പറയുന്നത്. സുധാമൂർത്തി സ്പീക്സ് ടു ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഹിയർ, ഗ്രാൻഡ്-ഫാദർ ആൻഡ് colleague Ratna. Grandfather retired school teacher ആണ്. He spent hours sitting under a banyan tree in the village. Grandfather വില്ലേജിലെ ഒരു ബെന്യൻ ട്രീയുടെ താഴെ എപ്പോഴും ഇരുന്ന് ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ്. Then the villagers talked him about their daily lives and worries. He refreshed the travelers just by listening to them. യാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേട്ടിട്ട് ലിസൺ ചെയ്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലിസൺ ചെയ്ത് അവർക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക, ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ആരുടെ ജോലി, ഗ്രാൻഡ് ഫാദറിൻ്റെ ജോലി. ദെൻ രത്ന വാസ് എ കോളീഗ് ഓഫ് സുധാമൂർത്തി. സുധാമൂർത്തി നമ്മൾ എഴുതിയ ആളുടെ തന്നെ കൊളീഗാണ് രത്ന. ഷി വാസ് എ സീനിയർ ക്ലർക്ക് വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ നിയർലി 25 years. ഷീ ലിസൺ ദ പ്രോബ്ലംസ് ഓഫ് ഹെർ കൊളീഗ്സ് വിത്ത് സിമ്പതി വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. അതായത് ഗ്രാൻഡ് ഫാദർ ബെന്യൻ ട്രീയുടെ അവിടെയാണ് ഇരുന്ന് സംസാരിക്കുന്നത് എങ്കിൽ സുധാമൂർത്തിയുടെ കൊളീഗായ രത്ന സ്വയം എന്താ പറയുക കൊളീഗ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ കമ്പനിയിലൊക്കെ ഇരുന്ന് കേട്ട് ഒരു 25 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഷീ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് കൊളീഗ്സ് വിത്ത് സിമ്പതി വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. പേഷ്യൻ ലിസണിങ് ആണ് ഇവിടെ പ്രോബ്ലംസിനെയും പെയിൻസിനെയും ഇല്ലാതാക്കുന്നത്. അതായത് ക്ഷമയോടെ ശ്രദ്ധിക്കാം. ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ബോത്ത് ഓഫ് ദം ക്യാപ്റ്റ് ദ വേർഡ്സ് ഓഫ് സ്പീക്കേഴ്സ് സീക്രട്ട്. ഗ്രാൻഡ് ഫാദറും രത്നയും ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആണ്. അപ്പം നമ്മളോട് ചോദിക്കാം, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വർ ഹ്യൂമൻ ഹൊറിഗല്ലൂസ്, ക്യാൻ യു സജസ്റ്റ് യുവർ കമന്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതേ കാരണം എന്താണ്, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഹൊറിഗല്ലു എന്ന് വെച്ചാൽ സ്റ്റോൺ ബെഞ്ചാണ്, മെയ്ഡപ്പ് ഓഫ് എനി സ്റ്റോൺ. അതായത് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആണ് രത്നയും ഗ്രാൻഡ് ഫാദറും. ഓക്കെ. ദെൻ മെൻറ്റിംഗ് വാൾ. മെൻറ്റിംഗ് വാൾ, ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്, അമേരിക്കൻ പോയറ്റ്. അവിടെ ഒരു അമേരിക്കൻ പോയറ്റായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയാണ്. ഇവിടെ ഈസ് അബൌട്ട് ബ്രദർഹുഡ് ആൻഡ് ഹാർമണി. അതായത് സഹോദര സ്നേഹമൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ദ പോയറ്റ് റെപ്രസെന്റ് ഒപ്പീനിയൻസ് അബൌട്ട് നീഡ് ഫോർ വാൾ. ദർ വാസ് എ വാൾ ബിറ്റ്വീൻ ദ പ്ലോട്ട്സ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ. ഡ്യൂറിംഗ് ദി വിന്റർ ദ ഗ്രൗണ്ട് under the wall expand, thus there shall be a wide gap. Rabbit hide in this gap and escape from dogs. Hunters bringing them out also widens the gaps. The poet says that he has no proof about how these gaps are made, but in spring he can see the gaps. So he says that there is something that does not a wall. സ്പ്രിംഗ് ഈസ് എ മെൻറ്റിംഗ് വാൾ. അതായത് ഇവിടെ നമ്മുടെ പോയറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നെയ്ബറിൻ്റെ ഇടയിൽ ഒരു വാളുണ്ട്, ഒരു മതിലുണ്ട്. അത് ഒരുപാട് സീസൺ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഗ്യാപ്പൊക്കെ ഉണ്ടാവും. സ്പ്രിംഗ് സീസൺ ആയിക്കഴിഞ്ഞാൽ അത് നന്നാക്കും, പിന്നെയും സമ്മർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും നാശമാവും. അപ്പോൾ പോയറ്റിൻ്റെ നെയ്ബറാണ് ഈ ഹില്ല് ശരിയാക്കുന്ന ആൾ. പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ അവിടെ വാളിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പോയിറ്റ് പറഞ്ഞു ദർ ഇസ് നോ നീഡ് ഫോർ എ വാൾ, ബട്ട് ദ നെയ്ബർ സേസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് നല്ല മതിലുകളാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നതെന്നാണ് പോയിറ്റിൻ്റെ നെയ്ബർ പറയുന്നത്. ദ പോയിറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ആർ നോ കൗസ്, സോ ദർ ഇസ് നോ നീഡ് ഫോർ wall, but his neighbors want to make a wall. The poet compares his neighbor to an old stone age man. അതായത് പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ എന്തിനാണ് അവിടെ മതിലുകൾ എന്നാണ് ചോദിക്കുന്നത്. നെയ്ബറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നല്ല മതിലുകൾ ഉണ്ടെങ്കിൽ നല്ല അയൽവാസികൾ ഉണ്ടാവുള്ളൂ എന്നാണ് നെയ്ബർ പറയുന്നത്. സോ ഈ ഒരു സീയിങ്സിന് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് അമിഗോ ബ്രദേഴ്സ്. ഇതൊരു ഷോർട്ട് സ്റ്റോറി ബൈ പിരി തോമസ്, അമേരിക്കൻ റൈറ്റർ. ഇവിടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് ഈ കഥ പറയുന്നത്. ഇറ്റ് മീൻസ് എ ഫ്രണ്ട് ഇൻ അമിഗോ മീൻസ് ഫ്രണ്ട് ഇൻ സ്പാനിഷ് ലാംഗ്വേജ്. ആൻഡ് അമിഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഫ്രണ്ട്സാണുള്ളത്, ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫിലിക്സ് വെഗസ്. 17 years old ആണ്. ദർ വർ തിക് ഫ്രണ്ട്സ് ആണ്. ഈച്ച് അതേഴ്സ് ഇൻ ചൈൽഡ്ഹുഡ്. അവർ ഗ്രോ ടുഗെദർ, പ്ലേ ടുഗെദർ, വാർക്ക് ടുഗെദർ. അവർക്ക് രണ്ടുപേർക്കും
ഫിസിക്കൽ അപ്പിയറൻസിനല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അവരുടെ ഡ്രീംസുകളും അവർക്ക് ഒബ്ജക്റ്റീവ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ ആന്റോണിയോ എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് ലീൻ ആണ്. ഫെലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ആൻഡ് ഷോർട്ട് ആണ്. ദർ ക്യാരക്ടർ വാസ് സിമിലർ, ദം സെയിം ഡ്രീം. They want to become a world lightweight champion. They worked hard to achieve this dream. They started their workout early morning, positive in character, ate, sleep, chatted, dreamed positively. They had to fight each other in the divisional final. Only the winner can represent the boys club. They want to win the championship. They want to do this without giving planes to each other, but they behaved like a total strangers in the ring. Even the crowd was shocked to see their fight. അതായത് ഇപ്പം ഇത്രയും പറഞ്ഞതൊന്നുമില്ല, അവരെല്ലാവരും ഒരേ ഡ്രീം, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് ഡ്രീം കണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് മെസ്സേജ് അയച്ച് എല്ലാം പോസിറ്റീവായിട്ട് ചെയ്യുന്നവരായിരുന്നു. പക്ഷേ ചാമ്പ്യൻഷിപ്പിൽ വന്നപ്പോൾ അവരായിരുന്നു ലാസ്റ്റ് ഏറ്റുമുട്ടേണ്ട ഫൈനലിസ്റ്റുകൾ. പക്ഷേ അതിലെ ഫൈനലിസ്റ്റായിട്ട് അവർ മത്സരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തന്നെയാണ് മത്സരിച്ചത്. ശേഷം എന്ത് സംഭവിച്ചത്? ഫൈനലി ദേ ഹഗ്ഡ് ഈച്ച് അതർ. പക്ഷെ ഇവിടെ ആരാണ് വിൻ ചെയ്തതെന്ന് പറയാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും ആ സമയത്ത് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഇതാണ് സ്റ്റോറി. ഇവിടെ ഫ്രണ്ട്ഷിപ്പാണ് ജയിച്ചത്. ആരാണ് ജയിച്ചതിന് പകരം ഫ്രണ്ട്ഷിപ്പാണ് ജയിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരക്ടർ സ്കെച്ചസ് വരാം, അതുപോലെ തന്നെ ഇവരുടെ ലൈവ് റിപ്പോർട്ടുകൾ, അനൗൺസ്മെൻറ്റുകൾ, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇവരോട്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ദെൻ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ 1 ആക്ട് പ്ലേ ആണ്. മെയിൻ ക്യാരക്ടർ, പോസിറ്റീവ് ക്യാരക്ടർ റോബർട്ട് ബാൽവിൻ ആണ്. പിന്നെ റോബർട്ട് ബാൽവിൻ്റെ മാർത്ത, ജോൺ, ഈവെ, ഗ്രീഷ്യം ഒക്കെ അതർ ക്യാരക്ടർ. റോബർട്ട് ബാൽവിൻ്റെ ഭാര്യ, അതുപോലെ മക്കളൊക്കെ ഉണ്ട്. ഗ്രേഷ്യം നെഗറ്റീവ് ക്യാരക്ടറാണ്. റോബർട്ട് ബാൽവിൻ ഗുഡ് ക്യാരക്ടറാണ്. ഈസ് എ ഹോണസ്റ്റ് ആൻഡ് ബോൾഡ്. ജോൺ ഗ്രേഷ്യം പ്രസിഡന്റ് ഓഫ് എ ബാങ്ക് വാസ് അറസ്റ്റഡ് ഫോർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്. അതായത് ഗ്രേഷ്യം അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. റോബർട്ട് ബാൽവിൻ സെക്രട്ടറി ആണ്, ഗ്രേഷ്യം പ്രസിഡന്റ് ആണ് കേട്ടോ. ജോൺ ഗ്രേഷ്യം എന്ത് ചെയ്യാണ്? നമ്മുടെ റോബർട്ട് ബാൽവിൻ്റെ അടുത്ത് കുറച്ച് പൈസ ബ്രൈബ് കൊടുക്കുകയാണ്. എന്തിനെ? ഷി വാണ്ട് ടു ടെൽ ലൈ ഇൻ ദിസ് കോർട്ട്. അതായത് ഗ്രേഷ്യമിനെ റോബർട്ട് ബാൽവിൻ നുണ പറയണം കോർട്ടിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ റോബർട്ടിന് മാത്രമാണ് ഗ്രേഷ്യമാണ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് നടത്തിയെന്ന് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവെടുപ്പ്, വിറ്റ്നസ് എന്ന് പറയുന്നത് ഓരോരാൾ റോബർട്ട് ബാൽവിൻ ആണ്. അപ്പോൾ ജോൺ ഗ്രേഷ്യം കുറച്ച് പൈസ ഓഫർ ചെയ്തപ്പോൾ ഹി ഡിഡണ്ട് ആക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫർഡ് ബൈ ദ ഗ്രേഷ്യം. ആക്സെപ്റ്റ് ചെയ്തില്ല. ഫാമിലി എല്ലാം പെർഷ്വേഡഡ് ഹിം ടു ആക്സെപ്റ്റ് ദ മണി. ഫാമിലി, അതായത് ഇവരെ ഫാമിലി ഒരു മിഡിൽ ഏജ്ഡ് ഫാമിലിയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. കാരണം അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫാമിലിയാണ്. പക്ഷേ നമ്മളെ റോബർട്ട് എന്ത് ചെയ്യുന്നില്ല? റോബർട്ടിന് ആ ഒരു ബ്രൈബ് വേണ്ട. ഹി നെവർ സപ്പോർട്ടഡ് ഗ്രേഷ്യം ഇൻ ദ ബാങ്ക് കേസ്. At last he got a good job offer from Marshall, a president of Third National Bank. അതായത് പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? കോർട്ടിലെ സത്യം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓണസ്റ്റിന് പകരം വേറെ നല്ലൊരു ജോലി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റ് ക്യാരക്ടർ. അപ്പോൾ ഓണസ്റ്റിനെ കുറിച്ചിട്ട് സ്പീച്ച് ചെയ്താണോ, റിവ്യൂ ചെയ്താണോ, റൈറ്റപ്പ് ചെയ്താണോ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി, ഈ ഒരു 1 ആക്ട് പ്ലേ എടുത്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആണ് 3 വീൽഡ് റെവല്യൂഷൻ. ഇതൊരു ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം, ഇന്നോവേറ്റീവ് സോഷ്യൽ എൻ്റർപ്രണർ ഫ്രം ബീഹാർ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇർഫാൻ ആലത്തെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാം. ഇർഫാൻ ആലം ആരാണ്, എന്തൊക്കെയാണ് ചെയ്തത്, അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. കാരണം ക്യാരക്ടർ സ്കെച്ചോ, ഇൻട്രൊഡ്യൂസിങ് ഹെർസെൽഫോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുകളോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കിട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി പഠിക്കുകയാണ് ഇതിൽ വേണ്ടത്. He learned how to become a shelter to the poor rickshaw pullers India. He is very simple man with a big dream. He started portfolio management when he was 13 and he won famous reality show Business Bazigar. അതായത് ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു. പിന്നെ ഒരു സിമ്പിൾ മാനാണ്. 13 വയസ്സിൽ എന്നെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇതൊന്നുമല്ല, മെയിൻ പോർഷൻ ഇതാണ്. സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു റിക്ഷോ സെക്ടേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചു. ദ ലൈഫ് ഓഫ് റിക്ഷോ പുള്ളേഴ്സ് വാസ് പത്തറ്റിക്. മോസ്റ്റ് ഓഫ് ദം ഡിഡ് നോട്ട് ഓൺ റിക്ഷോസ്. ദേ ഹാഡ് ടു പേ റെൻറ്റ് ആൻഡ് ഡിഡ് നോട്ട് മേക്ക് പ്രോഫിറ്റ്. ഹി സെലക്ടഡ് റിക്ഷോ പുള്ളേഴ്സ് ആൻഡ് ഗേവ് ദം ട്രെയിനിങ്. അങ്ങനെയുള്ള റിക്ഷോ പുള്ളേഴ്സിന് സെലക്ട് ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അവർക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയുള്ള പാസഞ്ചേഴ്സ് ആയിട്ടുള്ള രീതിയിലുള്ള റിക്ഷോ അവർക്ക് കൊടുത്തു. അതിനു വേണ്ടി അവർക്ക് എന്തൊക്കെ
നമുക്ക് ചെയ്യാം. ന്യൂസ് പേപ്പേഴ്സ് വിൽക്കാം, വാട്ടർ ബോട്ടിൽസ്, മൊബൈൽ കാർഡ്സ് എല്ലാം അതിൽ വെച്ച് നമുക്ക് വിൽക്കാം. പിന്നെ മാത്രമല്ല സമ്മാൻ ഫൗണ്ടേഷൻ ഹെൽപ്ഡ് ടു ഗെറ്റ് ലോൺ ഫോർ ലിക്ഷ പുള്ളേഴ്സ്. ദേ പ്രൊവൈഡഡ് ID cards, യൂണിഫോം, ഇൻഷുറൻസ് ടു. ഫ്രീ ക്ലാസ്സസ് ഫോർ റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് വെർ ഓൾസോ ഗിവൺ. അതായത് ഇദ്ദേഹം തുടങ്ങി വന്ന ഈ ഒരു ഫൗണ്ടേഷനിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയത് ആ ലോ ഇൻകം ഗ്രൂപ്പിനൊക്കെയാണ്. ഇർഫാൻ ഹോപ്സ് ദാറ്റ് റിക്ഷ ആർ വെഹിക്കിൾസ് ഓഫ് ഫ്യൂച്ചർ ബിക്കോസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. സോ ഒരു നല്ലൊരു എൻ്റർപ്രണർഷിപ്പാണ്, ഒരു നല്ലൊരു എൻ്റർപ്രണറാണ് ഇർഫാൻ ആലം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ഒരു ആളാണ് അടുത്ത ചാപ്റ്റർ ദിതി, ഷഹീൻ മിസ്ട്രി. അത് സ്റ്റോറി നരേഷനാണ്. അദ്ദേഹം ഷഹീൻ മിസ്ട്രി തന്നെയാണ് ഇത് പറയുന്നത്. അതായത് ഈ ഒരു വ്യക്തി ചെയ്തിരുന്നത്, നമ്മുടെ ഷഹീൻ മിസ്ട്രി ചെയ്തിരുന്നത്, ഷി എഡ്യൂക്കേറ്റഡ് സ്ലം ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. സ്ലം ചിൽഡ്രൻ എന്ന് വെച്ചാൽ ചേരിയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, എങ്ങനെയാണ് അവരെ ഡ്രീമിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, എഡ്യൂക്കേറ്ററാണ്. അവിടെ എൻ്റർപ്രണർ ആയിരുന്നു ആര്, നമ്മുടെ ഇർഫാൻ ആലം. നമ്മുടെ ഷഹീൻ മിസ്ട്രി എഡ്യൂക്കേറ്റഡ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ആകാംക്ഷ ഫൗണ്ടേഷൻ ആണ് ഉണ്ടാക്കിയത്. ആര്, നമ്മൾ ദിദി എന്നാണ് ഇവരെല്ലാവരും വിളിക്കുക ഷഹീൻ മിസ്ട്രീനെ. CEA ടീച്ചർ ഓഫ് ഇൻ ഇന്ത്യ ആരാണ്, ആകാംക്ഷ ഫൗണ്ടേഷൻ. അവിടെ സമ്മാൻ ഫൗണ്ടേഷനാണ് തെറ്റരുത് കേട്ടോ. സോഷ്യൽ എൻ്റർപ്രണറും കൂടിയാണ്. വെൽത്ത് ഫാമിലിയിൽ ജനിച്ചിട്ട് ഷീ എന്ത് ചെയ്തിരുന്നത്, ഓർഫനേജിലേക്കൊക്കെ വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ വിസിറ്റ് നടത്തുക, അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഷീ നോട്ടീസ്ഡ് inequality everywhere, so she decided to remain in India to work poor children. She was searching for an identity. She teaches slum children of Mumbai. She launched Akanksha Foundation. She faced difficulty for finding some classroom to teach them in childrenസിന് വേണ്ടി ക്ലാസ് റൂം അന്വേഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. The few people came forward to help and support. കുറച്ച് പേര് മാത്രമാണ് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വന്നത്. പക്ഷേ വിതിൻ ഫ്യൂ ഇയേഴ്സ് ആകാംക്ഷ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ 58 സെൻറ്ററുകളായി 6 സ്കൂൾസ് ഓവർ 3500 ചിൽഡ്രൻസ് അത് അവർ പഠിക്കുന്നുണ്ട്. അവരുടെ മെയിനായിട്ട് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ്, മാത്സ്, കോൺഫിഡൻറ്റ്, സെൽഫ് എസ്റ്റീം ഒക്കെയാണ് പഠിപ്പിക്കുക. ദ ചിൽഡ്രൻ കോൾഡ് ഹർ ദിദി. നമുക്ക് ചോദിക്കാം, ദ ചിൽഡ്രൻ കോൾഡ് ഹർ ദിദി വൈ, എന്തുകൊണ്ടാണ് ദീദിനെ വിളിച്ചിരുന്നത്? കാരണം ടീച്ചേഴ്സിനെ പഠിപ്പിക്കുകയാണ്, ടീച്ചേഴ്സായി കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ള കമ്പയറിംഗ്മെൻ്റ് ആണ് US-ന്. സോ ഷീ ലേൺ മോർ ദാൻ ഔട്ട്സൈഡ് ക്ലാസ് റൂം. ഓക്കെ. ദെൻ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സച്ചിദാനന്ദൻ്റെ ഒരു പോയാണ്. ഇത് കൂടുതലും ഇൻപെർഫെക്ഷൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, നമ്മളെ ഹാൻഡിക്കാപ്പ്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിൽക്കുക, അത് ഒരു വേ ഓഫ് സ്പീച്ച് ആണെന്നാണ് പറയുന്നത്. ഹി കമ്പയർ സ്റ്റാമർ ടു ലൈംലെൻസ് ഇൻ ആക്ഷൻ. അതായത് നമ്മുടെ വർത്താനം പറയാതിരിക്കുന്ന ഒരു മുടന്തിനോടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ബോത്ത് ഇൻവോൾവ് എ ഗ്യാപ്പ് ഓർ എ സൈലൻറ്റ്. അതിലും ഗ്യാപ്പും സൈലൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു ലാംഗ്വേജ് ആണ്, ഡയലക്ട് ബിക്കോസ് യൂണിവേഴ്സൽ ആണ്. വി ഗിവ് ഡിഫറെൻറ്റ് മീനിങ് ടു വേർഡ്സ്. പിന്നെ ഗോഡും സാക്രിഫൈസും ഇടയിലുള്ളൊരു ടൈം ഗ്യാപ്പ് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ എഫക്റ്റിൽ സ്റ്റാമർ ആവുകയാണ് നല്ലതെന്നും പറയുന്നുണ്ട്. വി ഡു നോട്ട് റിയാക്ട് ടു റെസ്പോണ്ട് ദ ബേണിംഗ് സോഷ്യൽ പ്രോബ്ലംസ്. അല്ലേ, നമുക്ക് മുന്നിലുള്ള ഒരുപാട് സോഷ്യൽ പ്രശ്നങ്ങൾ നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് വി ഹാവ് ഓൾ ആർ സ്റ്റാമർ എന്നാണ് പറയുന്നത്. God created man with imperfection. God might have stammered when he created man. That is why often man says one thing that he does another thing. അതായത് എപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാമറാണ്. മാൻ സ്റ്റാമേഴ്സ് വെൻ ഹി പ്രേസ്, ഹീ സ്റ്റാമർ വെൻ ഹി കമൻറ്റ്. അതായത് നമ്മൾ കമൻറ്റ് പറയുമ്പോൾ നമ്മൾ സ്റ്റാമറാണ്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്റ്റാമറാണ്. അപ്പോൾ ഒരുപാട് ഇംപെർഫെക്ഷൻസ് നമ്മുടെ ലൈഫിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പല രീതിയിൽ നമുക്ക് ഈ പോയത്തിനെ മീൻ ചെയ്യാം. ഓക്കെ. ദെൻ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, ഇറ്റ് ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ വാങ്കരി മാത്തായ് ഡ്യൂറിങ് നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കുന്ന ഒരു 3-4 വ്യക്തികൾ റിയൽ ലൈഫ് വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ ദീദി, ഷഹീൻ മിസ്ട്രി, ഇർഫാൻ ആലം, ദെൻ വാങ്കരി മാത്തായ്. വാങ്കരി മാത്തായ് ആ സ്ത്രീ എന്ന് പറയുമ്പോൾ നോബൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് നടത്തിയ സ്പീച്ചാണ്. ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ, അമേരിക്കൻ അല്ല, നോബൽ പ്രൈസ് കാറ്റഗറിയിൽ കിട്ടിയ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ആണ്. Through his speech, വാങ്കരി മാത്തായ് explicit the role of women in environmental protection. അതായത് വുമൻസ് എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഷി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് റിപ്ലേസ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ഇൻ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ. ദ സ്പീച്ച് എലാബറേറ്റ് ദ റോൾ ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. അണ്ടർ ദ ഇനീഷ്യേറ്റീവ് ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് അറൌണ്ട് 30 million trees were planted. അതായത് ഇദ്ദേഹത്തിന്
ഈ നോബൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നിരുന്നു. അത് പ്രകാരം 30 മില്യൺ ട്രീസ് ആണ് അവർ വെച്ചതെന്നാണ് പറയുന്നത്. ബാങ്കരി മേത്ത അണ്ടർലൈൻസ് ദ ഫാക്ട് ദാറ്റ് ഡെമോക്രസി പ്ലേസ് എ പ്രൊമിനന്റ് റോൾ ഇൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. നമ്മളെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനിൽ ജനാധിപത്യമാണ് ഏറ്റവും മെയിൻ എന്നാണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഡെമോക്രാറ്റിക് സ്ട്രഗിൾ ഇൻ കെന്യയിലെ സിമ്പിൾസ് ആണ് കൂടുതൽ പറയുന്നത്. ട്രീ ഓൾസോ ബിക്കം എ സിമ്പിൾ ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ട്രീസ് സമാധാനത്തിൻ്റെ പ്രതീകം എന്നാണ് പറയുന്നത്, വൃക്ഷങ്ങൾ. ഇൻ ദിസ് സ്പീച്ച് റിക്വസ്റ്റ് വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക്സ് ബൈ ബിൽഡിംഗ് എ ഗുഡ് സൊസൈറ്റി. അതായത് കൂടുതലും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. ദെൻ ചൈൽഡ് മെമ്മറീസ് പറയുന്നുണ്ട് എൻവയോൺമെൻറ്റിന്. റീക്ലക്ട് ദ വേൾഡ് ഓഫ് പ്യുവർ വാട്ടർ സ്പീഷീസ്, അതായത് കംപ്ലീറ്റ് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ റോൾ ഓഫ് പ്രസൻറ്റ് ജനറേഷൻ ഈസ് റീസ്റ്റോർ ദ വേൾഡ് ഓഫ് പ്യുവർ വാട്ടർ സ്പീഷീസ് ഇൻ പ്ലേസ് ഓഫ് ഡ്രൈ. അതായത് ഒരുപാട് പണ്ട് കാലത്തെ കുറേ അനുഭവങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ബാങ്കരിമാത്തെ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യുന്നത് വുമൺ വിത്ത് എൻവയോൺമെൻറ്റ്. ഓക്കെ. ദെൻ റൈസ് എന്ന് പറയുമ്പോൾ സെറ്റയർ ആണ്. സെറ്റയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ, അതായത് നമ്മൾ പരിഹസിച്ച് കവിത പറയുക. ഇവിടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയാണ് പറയുന്നത്. ദ പോയിറ്റ് കംസ് ഹോം ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 4 years ഓഫ് സക്സസ്ഫുൾ റിസർച്ച് ഇൻ നോർത്ത്. അതായത് ഇവിടെ പോയിറ്റ് 4 വർഷത്തെ റിസർച്ച് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതികിര റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഈഗറായിട്ടാണ് വരുന്നത്, ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. ഹി എക്സ്പെക്ട് ടു സീ ഹിസ് ഫാദർ ആൻഡ് ബ്രദർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ആസ് യുവൽ. പക്ഷേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും ബ്രദറൊക്കെ പണ്ട് അവർക്ക് കൃഷി ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത്. ബട്ട് വെൻ ഹി റീച്ചസ് ഹോം ദ പിക്ചർ ഹാഡ് ടോട്ടലി ബി ചേഞ്ച്. അവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അതൊന്നും ആയിരുന്നില്ല. ദർ വർ ഫുൾ ഓഫ് റബ്ബർ പ്ലാന്റ്സ്, എയറോകോണ്ട് പ്ലാംസ് ആൻഡ് ഇൻ പ്ലേസ് ഓഫ് പേഡി ഫീൽഡ്. റബ്ബർ മരങ്ങളും കവുങ്ങുകളൊക്കെ ആയിരുന്നു പാഡി ഫീൽഡിൻ്റെ പകരം ഉണ്ടായിരുന്നത്. ഹിസ് ഫാദർ പ്രൗഡ്ലി സേസ് ദാറ്റ് ഹി ഹാസ് സ്റ്റോപ്ഡ് റൈസ് കൾട്ടിവേഷൻ ഷിഫ്റ്റഡ് ടു റബ്ബർ ഫാമിംഗ്. അതായത് അച്ഛൻ പറയാണ്, നെൽകൃഷിയിൽ നിന്നും ഞാൻ റബ്ബർ കൃഷിയിലേക്ക് മാറിയെന്ന് നല്ല എന്താ പറയുക അഭിമാനത്തോടെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ ആൻഡ് കൺവീനിയൻറ്റ്. ഹി സേസ് ഹിസ് യങ്ങർ ബ്രദർ ക്യാരിങ് എ ബാഗ് ഓഫ് വീറ്റ് ഫ്രം ദ റേഷൻ ഷോപ്പ്. അതായത് ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് അനിയൻ പോയിട്ട് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി വരികയാണ്. He watches the chief minister heading towards north in aeroplane to demand more rice from the center. അതായത് സ്വന്തം കയ്യിൽ ഇരുന്നിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കാമെന്ന് പറയില്ലേ, സെൻട്രൽ മിനിസ്റ്റർ അപ്പം തന്നെ ടി വിയിൽ പറയുകയാണ് ഒരുപാട് റൈസ് നോർത്തിൽ നിന്നും സെൻട്രലിൽ നിന്നൊക്കെ നമ്മൾ അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ദ പോയിറ്റ് sarcastically asked himself whether he too would get some husk from the center of ടോയ്സ്. കളിപ്പാട്ടനം ഉണ്ടാക്കാൻ തനിക്കും കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ഉമ്മി ലഭിക്കുമോ എന്ന് കവി പരിഹാസത്തോടെ സ്വയം ചോദിക്കുകയാണ്. അതായത് നമുക്ക് നാട്ടിലുള്ളത് വെച്ചിട്ട് അത് വെച്ച് ചെയ്യാതെ നമ്മൾ പുറത്തുനിന്ന് അന്വേഷിക്കുക. സ്കോൺ ആൻഡ് സാക്കിസം എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു എസ്സേ ആണ് ബൈ ബി ജോൺ. ഡ്രഗ്സ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാം പ്രസൻറ്റ് സിനാരിയയിൽ ഡ്രഗ് അബ്യൂസ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഒരുപാട് കഥകളൊക്കെ ഇപ്പോൾ കേൾക്കുന്നു കാണുന്നു. സോ ഡ്രഗ് അബ്യൂസിൻ്റെ ഡേഞ്ചേഴ്സ് നന്നായി പഠിച്ചിരിക്കുക. സ്പീച്ചോ റിവ്യൂോ ന്യൂസ് പേപ്പർ എഡിറ്റോ അല്ലെങ്കിൽ നിങ്ങളോടൊരു ക്ലാസ് എടുക്കാൻ പറയുകയോ സെമിനാർ റിപ്പോർട്ട് എന്ത് വേണമെങ്കിലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് എക്സൈറ്റ്മെൻറ്റ് ഓവർ ഡ്രഗ്സ് ഹാസ് ലെഡ് ടു ദ പീപ്പിൾ ടു ബിലീവ് ദാറ്റ് എനി ഡിസീസസ് ക്യാൻ ബി കോൾഡ് ബൈ ജസ്റ്റിംഗ് എ പിൽ. അതായത് മരുന്നുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ആസ് എ റിസൾട്ട് ഡ്രഗ് അബ്യൂസ് ഹാസ് ഓൾസോ ഇൻക്രീസ്. മരുന്ന് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരും പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ സെൻഷ്വൽ ഡ്രഗ്സ് 2 തിങ്സ് ഉണ്ട്. സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാതൊന്നും മയക്കുമരുന്നുകളാണ്. ദ ജസ്റ്റ് ഗിവ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ ടു ദ യൂസർ, സ്റ്റിമുലേറ്റിംഗ് ബ്രെയിൻസ് പ്ലഷർ സെൻറ്റർ. അതായത് യൂസ് ചെയ്യുന്നവർക്ക് നമ്മുടെ മസ്തിഷ്കത്തിലെ അതായത് കുറേ സെല്ലുകൾ കിടക്കുന്നുണ്ട് ആനന്ദം ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ. അതിനെ വെറുതെ ആനന്ദിപ്പിക്കാൻ മാത്രമേ ആർക്ക് കഴിയുള്ളൂ, ഈ ഒരു മയക്കുമരുന്നുകൾക്ക് കഴിയുള്ളൂ. പക്ഷേ ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഡ്രഗ്സ് വിൽ വീക്കൻ ബ്രെയിൻസ് പ്ലഷർ മെക്കാനിസം ആൻഡ് ഗെറ്റ് ലെസ് ആൻഡ് സാറ്റിസ്ഫൈഡ്. അതായത് പിന്നീട് നമുക്കിതില്ലാതെ ജീവിക്കാനേ പറ്റില്ല. ദ ഡ്രഗ് അഡിക്റ്റ് വിൽ ഫീൽ മെനി ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈവൻ ഇറ്റ് ഫീൽസ് ഡെഡ് ഇൻസൈഡ്. നമ്മൾ ഉള്ളിൽ മരിച്ചു പോലെയാണ് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുമ്പോൾ. ദർ ആർ മെനി ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് റിസോർട്സുകൾ. ഏതൊക്കെയാണ്? വിനേറിയൽ ഡിസീസ്, ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, ബ്രെയിൻ, ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്, മൽന്യൂട്രീഷൻ, വെയിറ്റ് ലോസ് എല്ലാം
ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട്. ഡാമേജ് ടു ദ ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എഫക്റ്റ്. ബ്രെയിനിൻ്റെ തന്നെ എഫക്റ്റായി വന്നാൽ നമുക്ക് തന്നെ അറിയാം അല്ലേ, അവർക്ക് ഓർമ്മ പോലും ഇല്ല ആരൊക്കെയാണ് ഉള്ളതെന്നോ എന്തൊക്കെയാണെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. സോ ഡ്രഗ് അബ്യൂസുകളെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങളൊരു എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ. സ്പീച്ചോ ഏത് ടൈപ്പിലേക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, ദെൻ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഇതൊരു റൂട്ട് എന്താ പറയുക, ഒരു 1 ആക്ട് പ്ലേ ആണ്. അതായത് ഒരു പോസ്റ്റ് ഓഫീസിലെ ഇവിടെ ഒരു ക്രിസ്മസിൽ ഒരു വിദേശി നമ്മുടെ എന്താ പറയുക ഒരു ക്ലോക്ക് പാഴ്സൽ അയക്കാൻ വന്നപ്പോൾ അത് ബോംബാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ചിരിക്കാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ. വെള്ളത്തിൽ മുക്കുന്നു, പോലീസിന് ഇൻഫോം ചെയ്യുന്നു, ബക്കറ്റ് ഓഫ് വാട്ടറിൽ മുക്കി വെച്ചിട്ട് പിന്നീട് ടൂറിസ്റ്റ് തിരിച്ചു വരുമ്പോഴാണ് അത് മറന്നു വെച്ച കാര്യം ഓർമ്മയത്. അപ്പോഴേക്കും ആ ക്ലോക്കൊക്കെ നാശമായില്ലേ, വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ബോംബാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു 1 ആക്ട് പ്ലേ ആണ്. ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യം അറിയാതെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിൽ പറയുന്നത്. ഷീ തിങ്സ് ദാറ്റ് ദ എനിമൽസ് വോണ്ട് ഡു സച്ച് സില്ലി തിങ്സ്. എനിമൽസിന് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവസാനിപ്പിക്കുന്നത്. ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇതും ഒരു ഹാസ്യ പോയാണ്. അതായത് ഇവിടെ പോയിറ്റ് ഡിസ്ക്രൈബ് ദ അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് എ ഡെൻറ്റിസ്റ്റ്. ഒരു ഡെൻറ്റിസ്റ്റും അതുപോലെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്ന ആളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. ദ പോയിറ്റ് ഡിസ്ക്രൈബ് ദ അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഹി സേസ് ദ ഡെൻറ്റൽ ടോർച്ചർ ആർ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ. വൺ ലോസസ് വൺ ലൈക്ക് ഡിഗ്നിറ്റി സിറ്റിംഗ് ഓൺ ഹാൻഡ്സ്. അതായത് ഇപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ ഇടയിൽ പോയുമ്പോൾ നമുക്ക് മാനം നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു റോഡിനോട് അറ്റകുറ്റപ്പണി ഇങ്ങനെ കുത്തി പൊളിക്കുന്ന പോലെ നമ്മൾ പല്ലൊക്കെ ശരിയാക്കുന്നത്. അപ്പോൾ വായ ശരിക്ക് റോഡായിട്ടും അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരാളായിട്ട്, റിപ്പയർ ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ ഡെൻറ്റിസ്റ്റിനെയും താരതമ്യം ചെയ്യുന്നത്. പേഷ്യൻ്റ് ഈസ് ഫിയർഫുൾ ബിക്കോസ് ദ ഡോക്ടർ ഡസ് ഓൾ ഹിസ് വർക്ക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മിറർ. അതായത് എല്ലാ പ്രവൃത്തികളും ഒരു മിററിൻ്റെ ഹെൽപ്പിലാണ് ചെയ്യുന്നത്. കയ്യിൽ നിങ്ങൾക്ക് അറിയാലോ ഡെൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ മിറർ. അപ്പം മിററാണ് മെയിൻ ആള്. മിററിൽ കൂടെ എന്ത് കാണും അതിനനുസരിച്ചിട്ടാണ് പോയിറ്റ് നോക്കുന്നത്. ദ പോയിറ്റ് ഹാസ് ഡ്രോൺ കോമിക്കൽ പിക്ചേഴ്സ് ഓഫ് ഡെൻറ്റിസ്റ്റ് വിത്ത് കോബാർ. അതായത് ഒരുപാട് കോമിക്കൽ പിക്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ലോട്ട് ഓഫ് എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോമിക് പോയം പോലെ. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ സെറ്റയർ ഓൺ ഓവർ പാരൻറ്റിങ്. അതായത് പാരൻസ് ഓവറായിട്ട് കുട്ടികളെങ്ങനെ നമ്മൾ പിന്നാലെ നടക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു സെറ്റയർ, ഒരു ആക്ഷേപഹാസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ദ സ്റ്റോറി ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. ദ ടീച്ചർ ഗിവ് ട്യൂഷൻ ടു ദ ബോയ് ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു സ്റ്റഡി. ഹി ട്രൈ ടു മേക്ക് എ ടീച്ചർ ആംഗ്രി. ദ ടീച്ചർ സ്ലാപ്ഡ് നോട്ടി ബോയ്. അതായത് ടീച്ചർ അടിക്കുകയാണ്. ദ ബോയ് threatened the teacher that he would tell his parents about it and teacher was horrified. അതായത് നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ അധ്യാപകൻ കുട്ടിയെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടി ഈ അവസരം മുതലെടുത്ത് അധ്യാപകനെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ബ്ലാക്ക്മെയിലും അടുത്ത അധ്യാപകൻ മാതാപിതാക്കളോട് സത്യം പറയുമ്പോൾ അവസാനം ടീച്ചർക്ക് സഹതാപം തോന്നി കുട്ടിയെ പിന്തുണച്ചിട്ട് രക്ഷിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. ടീച്ചേഴ്സ് എത്ര നമ്മളെ ഹരാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അടിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്കതൊരു വിഷമമാണ്. സോ ഇതൊരു കോർപ്പറൽ പണിഷ്മെൻ്റ് ആണ് 2 പേർക്കും, അടിക്കുന്ന ടീച്ചേഴ്സിനും ഭീഷണിപ്പെടുത്തുന്ന സ്റ്റുഡൻസിനും. ഒരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഇത്രയാണ് ഈ പാഠത്തിൻ്റെ സമ്മറീസ്. നിങ്ങൾ കഥ ഒക്കെ കേൾക്കുക, ഈ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് വായിക്കുക. നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ പല ടൈപ്പ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കിട്ടണം കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.